റയൽ മാഡ്രിഡിന്റെ WWE ശേഷം ആരും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പോസ്റ്റുകളൊന്ന് നോക്കുക. അതായത് ഇപ്പോൾ ബാഴ്സയും അത്ലറ്റിക്കോയും തമ്മിലാണ് അടി. ബാഴ്സ എന്ന് പറയാൻ പറ്റുമല്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ മീഡിയ എന്ന് പറയാം. കാരണം മീഡിയനെ അല്ലെങ്കിൽ ഫബ്രീസിയോനൊക്കെ മോക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അത്ലറ്റിക്കോ. ആൻഡ് ഇത് അവരുടെ ഒഫീഷ്യൽ പേജിൽ നിന്നാണ് ഇട്ടിട്ടുള്ളത്. അത് നമുക്കറിയാം ഈ ഒരു സ്റ്റൈലാണ് ഫബ്രീസിയോൻ്റെ സ്റ്റൈൽ. എന്നിട്ട് ഇതിനകത്ത് ഇവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റർ മിനിറ്റുകൾ കൊണ്ട് പടച്ചു വിടാൻ പറ്റുന്നതാണ്, അതുകൊണ്ട് കാണുന്നതല്ല വിശ്വസിക്കരുത് എന്നുള്ള രീതിയിലാണ് ഈ പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത്. ആൻഡ് നമ്മൾ പലവട്ടം ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേൾക്കുന്നതാണ്, അതായത് അൽവാരസ് ബാഴ്സയിലേക്ക് എത്താൻ പോവുകയാണെന്ന്. നമുക്കറിയാം ബാഴ്സ മിനിഞ്ഞാന്ന് ആന്റണി ഗോർഡനെ സൈൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. ആൻഡ് ഇപ്പോൾ അൽവാരസിനെ സൈൻ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. പക്ഷേ അത്ലറ്റിക് പറയുന്നത് കടക്ക് പുറത്ത് എന്നാണ്. അതായത് 100 മില്യൺ അവനെ കാണാൻ പോലും കിട്ടില്ല എന്നാണ് അത്ലറ്റിക്കോ പറയുന്നത്. ആൻഡ് ഓൾസോ അൽവാരസിനെ വിൽക്കാൻ ഒരു താല്പര്യമില്ല എന്നാണ് അത്ലറ്റിക്കോ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ 100 മില്യൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ പൈസ കൂടിയാൽ അത്ലറ്റിക്കോ വിൽക്കുമെന്നറിയില്ല. കാരണം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കും, ഇനി എങ്ങാനും അൽവാരസിനെ ബാഴ്സ വാങ്ങിയാലോ. അതായത് ഇത്രയും തൊള്ളട്ട് കഴിഞ്ഞിട്ട് ഇനി അത്ലറ്റിക്കോ അൽവാരസിനെ വിറ്റാൽ എല്ലാവരും നാണക്കേണ്ട കാര്യമൊന്നുമില്ല.